അച്ഛൻ കുളിക്കുന്ന കണ്ടോണ്ടാണ് ഞങ്ങള് വന്നത്. ഈ റോഡ് കുളമായോ? ഇതേ റോഡിൽ നിന്ന് ഒരു അച്ഛൻ കുളിക്കുന്ന കണ്ടോണ്ടാണ് ഞങ്ങള് വന്നത്. ഈ റോഡിൽ നിന്ന് കുളിക്കുവാണോ അച്ഛന് സംസാരിക്കാൻ സമയമില്ല. ഞാനിവിടെ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മലയവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ റോഡിൽ നിന്ന് ഇങ്ങനെ കുളിക്കുവാണോ? ഈ റോഡ് കുളമായോ? ആണല്ലേ? ഒരു ദൂഷ്യമില്ല, കാരണം ആൾക്കാരൊന്നും അറിയാതിരിക്കുക. അപ്പൊ കുളിക്കുന്നുണ്ടെങ്കിലും മറിഞ്ഞിട്ടുണ്ട്. 3 ഫാമിലി കൊച്ചു തള്ളയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കാരണത്തെടുത്ത് അസിസ്റ്റന്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പൊ നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിലും വണ്ടി ഒന്ന് മാറിപ്പോവോ, അല്ലെങ്കിൽ വീഴാതെ പോട്ടെ അല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാൻ കുളിക്കുന്നത്. കുളിച്ചങ്ങ് പ്രതിഷേധിക്കുക. ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൊത്തം കംപ്ലൈന്റ്, എല്ലാം കംപ്ലൈന്റ്. നമ്മൾ ഇവിടെ മൊത്തം കംപ്ലൈന്റ്. കുളിക്കുന്നോ? കുളിക്കാൻ അപ്പുറത്തോട്ട് ചെന്ന് നോക്കണം. മൊത്തം വഴിയെല്ലാം കംപ്ലൈന്റ്. ശരി, ഈ റോഡ് ഫുള്ള് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ വാഴ വെച്ച് പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ ചെടി വെക്കും. പക്ഷെ ഇവരിങ്ങനെയല്ല, ഇവര് കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും വെള്ളത്തില്. കാരണം ഒരു അപകടം സംഭവിക്കാതിരിക്കണമെങ്കിൽ 27 മണിക്കൂർ കുളിക്കാൻ തയ്യാറാണല്ലേ? അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പൂയപ്പള്ളി മലയവയൽ വഞ്ചിമുക്കിലാണ് ഈ സ്ഥലം വരുന്നത്. ദിവസങ്ങളായി ഈ പൈപ്പ് പൊട്ടി, ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് യാതൊരു നടപടിയും ഇവിടുത്തെ അധികൃതർ നടപടി എടുത്തിട്ടില്ല. അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ കുളിച്ചുകൊണ്ട് തന്നെ, കാരണം ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ കുളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധിക്കുന്നത്. എന്തോ ഇങ്ങനെ ഈ കുഴി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി. ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരും നടന്നു പോകുന്നത്, PWയുടെയും മറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും നടന്നു പോകുന്നത്. ഇവരുടെയൊക്കെ കണ്ണിലെന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. പലയിടത്തും പല പരാതികളും കൊടുത്തിട്ടും ആരും ഇതിനെപ്പറ്റി ഒരു രീതിയിലും നടപടി എടുക്കുന്നില്ല. ഇവിടെ എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു വ്യക്തിയെ ഒരു ആംബുലൻസ് കൊണ്ടുപോയാൽ അതുവരെ ഇവിടെ ഈ കുഴി ചാടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് വേണമെന്നൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഈ PWയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ എത്രയും പെട്ടെന്ന് നടത്തണമെന്നത് അപേക്ഷ. കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇവിടുന്ന് നമുക്ക് എത്ര താഴെ അങ്ങ് പോകുന്ന വെള്ളം. അതുകൊണ്ട് പല രീതിയിലും പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് വന്ന് കണ്ട്, ഇവിടെ മാത്രമല്ല കുറച്ച് മുകളിലോട്ടുണ്ട്. 15 ദിവസം കഴിഞ്ഞത് പൊട്ടിയിട്ട് 15 ദിവസം 15 ദിവസം കഴിഞ്ഞ് 2 ബൈക്കാർ ഇതിനകത്ത് വീണിട്ടുണ്ട്. 3 പേര് വീണിട്ടുണ്ട്. ഇത് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടൊന്നും അവർ ഇതുവരെ പോയി ഇത് ശരിയാക്കിയിട്ടില്ല. ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാവുക, ഒരുപാട് പോവുക. വെള്ളം യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഈ കടയത്തിന് ഇരിക്കുന്നവർക്കെല്ലാം വെള്ളം അടിച്ച് കയറ്റുക. അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ എന്ത് നല്ലോണം നടപടി എടുത്തിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്ന കൊച്ചും തള്ളയെ കൂടെ ഇവിടെ വലിയ മുറിവാണ്, വലിയ പ്രശ്നമായത്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കുഴിയായിപ്പോയി. ഇത്രയും കല്ലും മണ്ണൊക്കെ വാരി ഇട്ടിട്ടും ഇവിടെ യാത്രക്കാർക്ക് അസൗകര്യമാണ്. ഭയങ്കര അസൗകര്യമാണ്. കാറുകാരെല്ലാം വന്ന് വീഡിയോ ഇതിനകത്ത് ബൈക്കാരെ അറിയാക്കത്തില്ല. വെള്ളം എന്തുമാത്രം 1 കിലോമീറ്റർ വെള്ളം. ഈ വെള്ളം ഇത്രയും ജപ്പാൻ കുടിവെള്ളത്തിന്റെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വെള്ളമാണിത്. ഓണത്തിന് മുമ്പേ, അതായത് 10-15 ദിവസം മുന്നേ ഇത്തരത്തിൽ പൈപ്പ് ഇവിടെ പൊട്ടി. കടത്തിന്റെ ആർക്കും ഇരിക്കാക്കത്തില്ല. വണ്ടിക്കാർ വന്ന് അറിയത്തില്ലല്ലോ. അവരറിയുന്നില്ല. അവരും ഇങ്ങനെ വരികയല്ലേ, വെള്ളം അടിച്ച് തെറിപ്പിക്കല്ലേ അങ്ങ്. ഏതാണ്ട് എന്തുമാത്രം വെള്ളം പോകുമെന്നറിയാമോ? കുളത്തൂപ്പുഴയിലേക്കും കൊല്ലത്തേക്കും പാസ് ചെയ്ത് പോകുന്ന വേണാടിന്റെ സർവീസ് നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഈ മെയിൻ റോഡ് തന്നെയാണ്. ഈ റോഡിലാണ് ഇത്തരത്തിൽ വളരെ ദിവസങ്ങളായി, 10-15 ദിവസത്തോളമായി ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വെള്ളം പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഈ വെള്ളം ഒഴുകുന്നെങ്കിലും യാതൊരുവിധ നടപടിയും ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരോ ആരും തന്നെ, റോഡിന്റെ PWD ഡിപ്പാർട്ട്മെന്റോ ആരും തന്നെ ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ദിവസങ്ങളായി ഇത്തരത്തിൽ കുടിവെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്കറിയാം വേനൽക്കാലത്തിന്റെ ഒരു തുടക്കം ആരംഭിക്കും. അപ്പോഴേക്കിനും ശക്തമായ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കാതെ ദിവസങ്ങളായി ഇത്തരത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കാനില്ല. അപകടങ്ങൾ നിത്യസംഭവങ്ങളാവുന്നു. അതോടൊപ്പം തന്നെ ഈ സമീപത്തെ കടകളിലും ഈ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ വെള്ളം അടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് പലർക്കും ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം. ഏതായാലും ഈ ഒരു അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. അധികാരികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത്? ഇനി ഓണം അവധിക്ക് പോയിരിക്കായിരിക്കും. അതിന് മുമ്പിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞല്ലേ ഇത്.
ഇത് എല്ലാവരും വിളിച്ച് പറഞ്ഞതാ, ആര് ശരിയാക്കുക. ഇത് ഇവിടെ മാത്രമല്ല, പലയിടത്തും പൊട്ടിക്കിടക്കുക, ഒരുപാട് ഇടത്ത് പൊട്ടിക്കിടക്കുക. ഇത് വലിയ പ്രശ്നമാണ്. ഇത് വണ്ടിക്ക് അറിയുന്നില്ലല്ലോ, റോഡ് വണ്ടിക്ക് നേരിട്ട് വരികയല്ലേ, ബൈക്കാരാണ് ഇതിന് വലിയ പ്രശ്നം കാരണം ഉണ്ടാകുന്നത്. വലിയ ഗുരുതരമായിട്ടൊരു ആരോപണം തന്നെയാണ് ഈ പറഞ്ഞ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ PWD ഡിപ്പാർട്ട്മെന്റിനെതിരെ. കാരണം ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം വേസ്റ്റ് ആകുന്നു, വെള്ളം പാഴാകുന്നു. ഇത് കുടിവെള്ളവും അല്ലെങ്കിൽ നമ്മൾ ജലം സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നിട്ട് പോലും ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഈ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിൽ വെള്ളം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ മലയവയൽ, അതായത് പൂയപ്പള്ളി മലയവയൽ എന്ന് പറയുന്ന ഭാഗത്താണ്. മലയവയൽ വഞ്ചിമുക്കിലാണ് ഇത്തരത്തിൽ വെള്ളം പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നത്. യാതൊരു നടപടിയും ഇവിടെ കൈക്കൊണ്ടിട്ടില്ല. ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള നടപടി തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനിരിക്കുകയാണ് നാട്ടുകാർ. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൽ, വിസ്മയ.